എറണാകുളം പുല്ലേപ്പടി പാലത്തിന് സമീപത്ത് തീപിടുത്തം അത് അണയ്ക്കാനുള്ള തീവ്ര ശ്രമം തുടരുകയാണ്. അനൂപ് ദാസ് തുടരുന്നുണ്ട്. അനൂപ്, ഒരു വശത്ത് തീ അണച്ചിട്ടുണ്ട്, മറുവശത്താണോ ഉടനെ തന്നെ തീ കെടുത്താൻ പറ്റുന്ന സാഹചര്യമാണോ? എന്താണ് ഇപ്പോൾ അറിയുന്നത്? കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഒക്കെ വരുന്നല്ലോ. തീ കൂടുതൽ സ്ഥലത്ത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ട്. ആദ്യം തീ വലിയ തോതിൽ ഉയർന്നു പൊങ്ങി കത്തിയത് മാലിന്യങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്തായിരുന്നു. അത് അണയ്ക്കാൻ കഴിഞ്ഞു. തൊട്ടിപ്പുറത്ത് ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്താണ് വലിയ തീ പടർന്നത്, അതിനുശേഷം പടർന്നത്. ആ ഭാഗത്തെ പകുതി സ്ഥലത്ത് തീ അണയ്ക്കാൻ കഴിഞ്ഞു. പക്ഷേ ഉള്ളിൽ നിന്നും ഇപ്പോഴും ഒരുപക്ഷെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങളുണ്ട്. അതുകൊണ്ട് വല്ലാത്ത തോതിൽ അത് കത്തുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മറച്ച സ്ഥലത്തായിരുന്നു ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചത്. ആ ഇരുമ്പ് ഷീറ്റ് അടർത്തി പൊളിച്ചെടുത്ത് കളയാനുള്ള ശ്രമം ഫയർഫോഴ്സ് നടത്തുകയാണ്. നമുക്കതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും കൂടുതൽ ഭാഗത്തേക്ക് തീ പടരാതിരിക്കാൻ, നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ തീ പടരുന്ന സ്ഥലത്തിൻ്റെ വലതുഭാഗത്ത് ആളുകൾ താമസിക്കുന്ന കെട്ടിടമാണ്. ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള സജീവ ശ്രമമാണ് ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശ്വാസകരമായ കാര്യം, ഫയർഫോഴ്സിൻ്റെ 3 യൂണിറ്റുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഈ തീ പടർന്നു പിടിക്കുന്നതിന് തൊട്ടടുത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു. അവർ ആ തീ അണക്കുന്നതിന് തൊട്ടടുത്തേക്ക് നേരിട്ട് തന്നെ എത്തിയാണ് ഇതിൻ്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം, തീ മുകളിലത്തേക്ക് അണയ്ക്കാൻ കഴിഞ്ഞെങ്കിലും താഴെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇത് കത്തി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളതായതുകൊണ്ട് തന്നെ അത് കത്തി ഉയരുന്നതിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് പാലത്തിന് മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നു.